ജീവിതം എന്നും സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തർക്കമുണ്ടെന്ന് തോന്നില്ല. തീർച്ചയായിട്ടും സുഖങ്ങൾ മാത്രമുള്ളതല്ല ജീവിതം, ദുഃഖങ്ങളുമുണ്ട് ജീവിതത്തിൽ. മനുഷ്യൻ്റെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ആണോ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഏറ്റവും തലവേദന നിറഞ്ഞൊരു കാലമാണ് വിദ്യാഭ്യാസം. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതെ, നമ്മുടെ മനസ്സിലെ ഈ മോഹമാണ്, ഈ ഓർമ്മകളാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലം എനിക്ക് ഓർക്കുന്നതിനും അതിനേക്കാളെല്ലാം ഉപരി എൻ്റെ ജീവിതത്തിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം കോളേജിൽ പോയി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടം തന്നെയായിരുന്നു. എൻ്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടന കൂടിയിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 ഇളങ്കിളി പൈതങ്ങളുണ്ട്, പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, താലിക്കെട്ടന 2 പേരുണ്ട്. ആരാണെന്നേ ആരാണെന്നേ പറ പറ പപ്പ, ആരാണെന്നേ ആരാണെന്നേ പറ പറ പപ്പ. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാൽ കൂടിയിരിപ്പുണ്ട്. ഏറ്റവും നല്ല ആതിഥേയത്വം കൊടുത്ത് നമ്മൾ ഒരു മാതൃക കാണിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ആ മാതൃക പലർക്കും മുന്നോട്ട് മറ്റുള്ള അസോസിയേഷനുകൾക്ക് അത് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്ത ആ മാതൃക തീർച്ചയായിട്ടും വളരെ വളരെ വലുതായിരുന്നു എന്ന് പറയാനും കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഞാനും അതുമാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. മഹാഗണപതി മനസാ സ്മരാമി, മഹാഗണപതി മനസാ സ്മരാമി, മഹാഗണപതി മനസാ സ്മരാമി, വസിഷ്ഠ വാമദേവാദിവന്ദിത